എന്റെ വലിയേട്ടാ, എന്തിനാ ഈ ഡയറിയൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ എടുത്തോണ്ട് വരുന്നത്? ചേട്ടാ ചങ്ക എന്റെ ബ്രോ, ഇത് സാധാരണയായിട്ടുള്ള ഡയറി അല്ല. ഇത് എന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറിയാണ്. ഇതിൽ ഞാൻ എന്റെ എല്ലാ ലേറ്റസ്റ്റ് ഇൻവെൻഷൻസിന്റെയും ഫോർമുല ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇതിനെ എവിടെയും കളയാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇത് എവിടെ പോയാലും എന്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുള്ളത്. ആ ടേബിളിൽ അവരെന്താണ് സംസാരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. വലിയേട്ടാ, ഇതിലങ്ങനെ എന്ത് ഫോർമുലയാ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഫോർമുല ഞാൻ പറയട്ടെ. ഇതാ നോക്ക്. എന്റെ അമ്മോ, ഇതെങ്ങനെ മായമായി പോയത്? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇത് തന്നെയല്ലേ എന്റെ ഫോർമുല. ഇതിനെ കൊണ്ട് എന്തിനെ വേണമെങ്കിലും ഇൻവിസിബിൾ ആക്കാൻ പറ്റും, എന്തിനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതെ ഡോക്ടർ ജട്ക, ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അടിച്ചു ഓടിക്കും. കണ്ടു കഴിഞ്ഞാലല്ല, കണ്ടു കഴിഞ്ഞു. ആ ഡയറി ഇപ്പൊ ഞാൻ എടുത്തോണ്ട് പോവാൻ പോവാണ്. എനിക്ക് ഈ ഡയറിയുടെ ആവശ്യമുണ്ട്. അല്ല, ഇവരൊക്കെ ആരാണ്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവിടെ വെച്ച് ഇതൊക്കെ സംസാരിച്ചാൽ വലിയ പ്രശ്നമാവുമെന്ന്. എന്നെ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു പോയിരിക്കുന്നു. ഡോൺ എൻലിക്കോ. എന്നെ കുറിച്ച് ഈ ഫാൻസിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനെ പിടിക്ക്. നിക്ക് ഇവിടെ, നിക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ചാർജ്. അതെ, ആ തേങ്ങയുടെ കാര്യം ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ആ ഡയറി എവിടെ നിന്ന് തട്ടിപ്പറിക്ക്, എത്രയും പെട്ടെന്ന്. വരൂ. സാറുമാരെ, അവര് പാരീസിലെ ഏറ്റവും വലിയ ഡോൺ ആണ്. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ അവരെ നന്നായിട്ട് തല്ലി ഓടിച്ചതിന്. യു ആർ ഗ്രേറ്റ്. വരൂ, വന്ന് ഞങ്ങളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. ഇറ്റ്സ് ഫ്രീ ഫോർ യു. മോട്ടോ, നീ ആ തടിയൻ ഡോണിനെ എന്തിനാ വെല്ലുവിളിക്കാൻ പോയത്? ഇനി അവന്മാര് നമ്മളെ വെറുതെ വിടില്ലേട്ടാ. അതെ, കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഓൾറെഡി ഈ പാരീസ് കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞതല്ലേ. അതുകൊണ്ട് നമുക്കിനി വേറെ സിറ്റിയിലേക്ക് പോകാം. വരൂ, നമുക്ക് ആദ്യം ഹോട്ടലിൽ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. അല്ല, എവിടെ നമ്മുടെ വലിയേട്ടൻ? വലിയേട്ടാ, ഓ ഡയറി കിട്ടിക്കഴിഞ്ഞു. താങ്ക് യു, താങ്ക് യു. എന്തോന്ന് ഹെൽമെറ്റോ? ഹെൽമെറ്റ് ഉള്ള കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞില്ല? ഞങ്ങൾ എല്ലാവരും എങ്ങനെ താഴെ വീഴുന്ന എഴുന്നേറ്റ് വന്നെന്നറിയോ? വിടരുത്. അല്ലേ? എപ്പോ നോക്കിയാലും ഈ ഹെൽമെറ്റ് കാരണമാണ് ഞാൻ നിങ്ങളോട് അടി മേടിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇത് എനിക്ക് ഇനി വേണ്ട, നിങ്ങൾ വെച്ചോളൂ. ഹലോ, നിങ്ങളാണോ മോട്ടോ പത്ലു? യെസ്, പറഞ്ഞോളൂ. സാർ, സിറ്റി മേയർക്ക് നിങ്ങൾ ചെയ്ത സാഹസത്തിനെ കുറിച്ച് മനസ്സിലായിരിക്കുന്നു. ഒരു സ്പെഷ്യൽ ഈവന്റിൽ വെച്ച് അദ്ദേഹം നിങ്ങൾക്ക് ഗൗരവപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കുറച്ച് സമയം ഒതുക്കി ഞങ്ങളോടൊപ്പം വരാമോ? യെസ് യെസ്, ഞങ്ങൾ വരാം. എവിടേക്കാണ് വരേണ്ടത്? പൊളിച്ചേ പത്തലു, വരൂ വരൂ, നമുക്ക് പോവാം. ഹലോ, നൈസ് മീറ്റിംഗ് യു ഓൾ. ഞാനാണ് ഈ നഗരത്തിന്റെ മേയർ. നിങ്ങളല്ലേ ഡോൺ ഹെൻലിയെ കോർപ്പറേഷൻ വണ്ടിയിലേക്ക് അടിച്ച് തെറിപ്പിച്ച് ഇട്ടത്? ഓ, അതിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ സന്തോഷം തോന്നുന്നു. ഇനി അവന്റെ ശല്യം ഉണ്ടാവേ ഇല്ല. നിങ്ങൾ മേളത്തെ ഫ്ലോറിലേക്ക് പോകൂ. ഞാൻ അവിടെ ചെറിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയും കുറച്ച് ഗസ്റ്റുകളെ വരവേൽക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകൂ, ഞാൻ പിന്നെ വരാം. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ നാട് മൊത്തം കാണാൻ പറ്റും. നിങ്ങൾ അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കൂ. പാരീസിന്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കണ്ടേ? താങ്ക് യു, താങ്ക് യു. പൊളിച്ചെടുത്തല്ല, ഇതെന്താണ്? എന്റെ അമ്മോ, ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. ശരി, നമുക്ക് താഴേക്ക് പോവാം. ശരി, വരൂ.
ലിഫ്റ്റ് മുകളിലേക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ലിഫ്റ്റ് ഓഫ് ആണെന്ന്. ഞാനാണ് നിങ്ങളുടെ പ്രിയങ്കരനായ മേയർ എന്ന് അഭിനയിച്ച് ഡോൺ ഹെൻലിക്കോ ആണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം താഴത്തേക്ക് വരണമെങ്കിൽ ഡയറി ഇങ്ങോട്ടേക്ക് വലിച്ചെറിയണം. ഡയറി താഴത്തേക്ക് വന്നാൽ മാത്രമേ ലിഫ്റ്റ് നിങ്ങൾക്ക് മുകളിലേക്ക് വരൂ. ഇല്ല, നിന്നെ കൊണ്ട് പറ്റുന്ന നീ ചെയ്യേ. ആ ഡയറി നിന്നെ പോലെ ഒരു ഡോണിന്റെ കയ്യിൽ ഞങ്ങൾ വിട്ടുതരില്ല. നിന്റെ അടുത്ത് ലിഫ്റ്റ് ഉണ്ടെന്ന് അഹങ്കരിക്കരുത്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഡോക്ടർ ജഡ്കയുടെ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ താഴേക്ക് എത്തും. വലിയേട്ടാ, ഹെൽമെറ്റ് പുറത്തെടുക്കൂ. അയ്യോ, എന്ത് പറ്റി ചേട്ടാ? എന്തിനാ ഇങ്ങനെ ഒളിക്കുന്നത്? എന്റെ ചങ്ക, എന്റെ ബ്രോ, എപ്പോഴും ആ ഹെൽമെറ്റ് കാരണം ഞാൻ നിങ്ങളോടൊക്കെ അടി മേടിക്കല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ആ ഹെൽമെറ്റ് കയ്യിൽ കൊണ്ടുവന്നിട്ടില്ല. എന്തൊരു ബുദ്ധിമാനാ നിങ്ങൾ. നിങ്ങൾ എന്താ കരുതി വെച്ചത്? ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തല്ലില്ലെന്ന് കരുതിയോ? ഹലോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. നീ മര്യാദക്ക് ലിഫ്റ്റ് ഓൺ ചെയ്തോ, അതാ നല്ലത്. ഞാൻ ബിൽഡിങ്ങിന് താഴെ തന്നെ ഉണ്ട്. ആ ഡയറിക്കായി കാത്തിരിക്കുകയാണ്. വാ, വാ, പോയി നോക്കാം. ഇവിടെ താഴെ. എത്ര പെടുന്ന ഡയറി താഴേക്ക് ഇടൂ. ഡയറി നിന്റെ കയ്യിലിട്ട് തരില്ല. ഞങ്ങൾ സ്റ്റെപ്സ് വഴി താഴേക്ക് ഇറങ്ങി വരും. കണ്ടോ? വേഗം വരൂ, വേഗം. എവിടെ സ്റ്റെപ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഇന്ന് ഈ ബിൽഡിംഗ് ബ്ലാസ്റ്റ് ആയി പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. കാരണം ഈ ബിൽഡിംഗിന്റെ പടികൾ പൊട്ടിയിരിക്കുകയാണ്. ഒരേ ഒരു ലിഫ്റ്റ് മാത്രമേ വർക്ക് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ ഓഫ് ചെയ്ത് കളഞ്ഞു. അത് മാത്രമല്ല, ഓരോ ഫ്ലോറിലും ബോംബ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയുള്ളത്? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്ത് വേണേലും സംഭവിക്കും. പക്ഷെ നമ്മൾ ഇവരുടെ മുന്നിൽ തോൽക്കരുത്. അതെ, നമ്മൾ ഒരിക്കലും തോൽവി സമ്മതിക്കാൻ പാടില്ല. പക്ഷെ പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ, വേഗം. ഐഡിയ, അങ്ങോട്ട് നോക്കൂ. വളരെ വലിയ ടാർപോളിനാണെന്ന് തോന്നുന്നു. ഇതിനെ ഒരു പാരഷൂട്ടായി മാറ്റി നമുക്ക് ഇവിടുന്ന് താഴേക്ക് പറന്നു പോയി എത്താം. എന്താ, ശരിയല്ലേ? വരൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കണ്ടില്ലേ, ആ താർപ്പായ കീറിപ്പോയല്ലോ. നിങ്ങൾ പരിശ്രമിക്കുന്നത് നിർത്തൂ. തോൽവി സമ്മതിക്കണം. ഡയറി താഴത്തേക്ക് വലിച്ചെറിയൂ. ശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. ചിങ്കം സാർ, ഈ പ്രാവശ്യം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് കേക്കൂ. ഓ, അങ്ങനെ വേണമെന്നാണോ? ഐ വിൽ ട്രൈ. എന്റെ പൊന്നു ഇളനീരുകളെ, ഇത് ഞങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ഞങ്ങളെല്ലാവരും രക്ഷിക്കണം. ഓക്കേ, ചാർജ്. അത് വന്നു. വരൂ, വരൂ. എന്താ ഇത് പുതിയതായിട്ടിരിക്കുന്നത്? അയ്യോ, ഇതിനെക്കുറിച്ച് ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? അയ്യോ, എന്ത് കണ്ടുപിടുത്താണ് അത്ര ഇത്? ഇതെന്ത് വിചിത്രമായ പ്ലെയിൻ ആണല്ലോ. നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്തത്? പറയൂ. എന്റെ അമ്മോ, ഇത് അത്ര വലിയ കണ്ടുപിടുത്തൊന്നും അല്ല. ഇതെങ്ങനെയുണ്ട്? ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? അല്ല, ഇതൊക്കെയാണ് ഞങ്ങളുടെ ടാലന്റ്. മറ്റൊരു ടാലന്റ് കൂടിയുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളെ തല്ലിക്കൊല്ലാൻ പോവാ. നിങ്ങൾ എങ്ങനെയാണ് തല്ലിക്കൊല്ലാൻ പോകുന്നത്? ഇപ്പൊ കാണിച്ചു തരാം. ഇന്നാ വരൂ, വരൂ. അവിടെ നിൽക്കേ, ഓടരുത്. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എല്ലാരും വരൂ, വേഗം വന്ന് കേറ്. വരൂ.
താങ്ക് യു മിസ്റ്റർ മോട്ടു. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു ഡോണിനെ പിടിക്കാനായിട്ട്. ഞങ്ങൾ കുറെ നാളായിട്ട് ഇയാളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാ നടക്ക്. പൊളിച്ചേ വലിയേട്ടാ, ഈ ഹെലികോപ്റ്റർ എവിടുന്നാണ് നിങ്ങൾ കൊണ്ടുവന്നത്? എന്റെ അടുത്ത് ഹെലികോപ്റ്ററിന്റെ റിമോട്ട് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ റിമോട്ട് എടുത്ത് ബട്ടൺ പ്രസ് ചെയ്തു, ഹെലികോപ്റ്റർ വന്നു. ആകാശത്ത് ഞങ്ങളൊക്കെ വട്ടം തിരിഞ്ഞ് കളിച്ചപ്പോ, ഒരുപാട് കിടന്ന് ഓടിയപ്പോ, തല കറങ്ങി താഴെ വീണപ്പോ, കണ്ണില് പൊന്നീച്ച പറന്നപ്പോ, ഈ പറഞ്ഞ ഹെലികോപ്റ്റർ ഒന്നും വന്നു കണ്ടില്ലല്ലോ. താഴെ എത്തിപ്പെട്ടതിന് ശേഷം ഹെലികോപ്റ്ററിൽ ഓർമ്മ വന്നു അല്ലേ? എന്റെ ചങ്ക, എന്റെ ബ്രോ, എനിക്ക് തല കറങ്ങുന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങൾ വരുന്ന വേഗം കണ്ടാൽ എന്നെ തല്ലാൻ വരികയെന്ന് തോന്നുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.